ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഡിഫൈഡങ്ങനെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു RC ചെയർ ആണ്. അതായത് ഓടണ കസേര. നമ്മൾ റിമോട്ട് കാറൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ നമ്മുടെ റിമോട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടാണ് കാറ്. ആദ്യ ഒരു സംബന്ധം തന്നെ നമ്മൾ കസേരമ്മ ചെയ്യാണ്. ഇവിടെ വെച്ചേക്കുന്ന മോട്ടറും കാര്യങ്ങളൊക്കെ വ്യത്യാസമാട്ടോ. അപ്പോൾ ഏത് മോട്ടറാണ് വെച്ചത്, ഇത് എങ്ങനെ ഓടും, നമുക്ക് ഈ കസേരമ്മ കയറി ഇരുന്ന് ഓടിക്കാൻ പറ്റുമോ, എങ്ങനെ ഉണ്ടാക്കണേ, നമ്മൾ ആടിനോ വെച്ചാണോ അല്ലാണ്ടാണോ ഉണ്ടാക്കണേ, എങ്ങനെയെന്നൊക്കെ അറിയണ്ടേ. അതേ നമ്മൾ ഇന്നത്തെ വീഡിയോ. അതായത് ചെറിയൊരു RC ചെയർ അല്ലെങ്കിൽ കസേരേൻ്റെ പാർട്ട് 1 നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിന് കിട്ടുന്ന റീച്ചിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ പാർട്ട് 2ഉം പാർട്ട് 3 ഒക്കെ ഇറക്കുക. പാർട്ട് 2ഉം പാർട്ട് 3 ഒക്കെ ഇതിനേക്കാളും മോഡിഫിക്കേഷനൊക്കെ വരുത്തി കുറച്ചും കൂടി അടിപൊളിയായിട്ടായിരിക്കും നമ്മൾ ഇറക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ച് തകർക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയണ്ട, ഇങ്ങനെ നമുക്ക് RC ചെയർ അല്ലെങ്കിൽ RC കസേര ഉണ്ടാക്കാൻ അറിയണ്ടേ. നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ 4 ടയർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ടയർ വേറെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചൊന്നുമല്ല, നമ്മൾ ഗിയർ മോട്ടർ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. 4 ടയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4 ഗിയർ മോട്ടറും കൂടി ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു 9 വോൾട്ട് ബാറ്ററി. ഈ 9 വോൾട്ട് ബാറ്ററി, ഗിയർ മോട്ടർ, ടയറൊക്കെ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ പോയി ഒന്ന് വാങ്ങുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള 9 വോൾട്ട് ബാറ്ററിയുടെ കണക്ടറാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം സ്വിച്ചാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം നമ്മുടെ സർക്യൂട്ട് ബോർഡാണ്. അപ്പോൾ ഈ സർക്യൂട്ട് ബോർഡ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ പഴയ ഒരു കുഞ്ഞൊരു RC കാർ പൊളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾക്കിത് ഓൺലൈനിൽ നോക്കാം. ഇപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇപ്പോൾ അത് അവൈലബിൾ അല്ല. അപ്പോൾ അവൈലബിൾ ആകുമ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ B+B- എന്ന് എഴുതിയേക്കുന്നത് ബാറ്ററി കൊടുക്കാനും, റൈറ്റ് ലെഫ്റ്റ് ഫ്രണ്ട് ബാക്ക്, അതായത് LR BF അങ്ങനെയൊക്കെ എഴുതിയേക്കണ ഇതിൻ്റെ മോട്ടേഴ്സ് കൊടുക്കാൻ, അതായത് ഫ്രണ്ട് ബാക്ക് പോകാനും ലെഫ്റ്റ് റൈറ്റ് പോകാനൊക്കെയാണ്. നമ്മൾ ബാറ്ററി കൊടുക്കണം. പിന്നെ മുകളിലുള്ളൊരു ആൻറ്റിനയുടെ വേറെ വെള്ള കളർ കാണുന്നത്. പിന്നെ ഇതിൻ്റെ റിമോട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ 2 സൈഡിലും ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന ഒരു സ്വിച്ച് പോലെയാണ്. അതായത് അടിയിലൊരു വയറുണ്ട്, അതുമ്പോഴേക്ക് നമ്മൾ ഞെക്കുമ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതതിൻ്റെ റിമോട്ടാണ്. ഇതിലും ആൻറ്റിന ഉണ്ട്. ബാറ്ററി പ്ലസും മൈനസും കൊടുക്കാം. ഇതിൽ 9 വോൾട്ട് മാക്സിമം ഞാൻ കൊടുത്തു നോക്കി, 12 വോൾട്ടൊക്കെ കൊടുത്ത് അടിച്ചു പോകും. പിന്നെ അത് ഈ വെള്ള വയറാണ് ആൻറ്റിന കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ബോർഡും ഇതിൻ്റെ റിസീവറും ട്രാൻസ്മിറ്ററൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഈ ബോർഡ് നമുക്ക് വേണം. ഈ ബോർഡ് ഞാൻ ഒരു പെട്ടിയിലാക്കിയിട്ട് ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര എന്താണ് പ്രശ്നം എന്നൊക്കെ തോന്നുന്നു. ഒന്നുമില്ല, നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ B+B- നമ്മളൊരു സ്വിച്ച് വഴി ഒരു 9 വോൾട്ട് ബാറ്ററി കണക്ടർ ആക്കി പുറത്തേക്ക് എടുത്തേക്കുന്നു. ബാക്കി അതിൻ്റെ ഫ്രണ്ട് ബാക്ക് വയറും ലെഫ്റ്റ് റൈറ്റ് വയറൊക്കെ നമ്മൾ അതേപോലെ തന്നെ ഒരു ഓട്ടോളിച്ച് പുറത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബാറ്ററിയുടെ വയർ മാത്രമാണ് നമ്മളൊരു സ്വിച്ച് എടുത്ത് പുറത്തേക്ക് എടുത്തേക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു ബോക്സിനുള്ളിൽ വച്ചേക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബോക്സൊന്നും ഇല്ലാണ്ട് വെറുതെ ഈ സർക്യൂട്ട് ബോർഡ് അവിടെ എങ്കിലും ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ബാക്കിലത്തെ അതിൻ്റെ ഒരു സർക്യൂട്ടൊക്കെ പോയി ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ആക്കിയേക്കണേ. ജസ്റ്റ് ആ സ്വിച്ചിൻ്റെ ആ വയർ, അതായത് നമ്മൾ ബാറ്ററിയുടെ വയറാത്ത സ്വിച്ച് കണക്ട് ചെയ്ത് എടുത്തോന്നുള്ളൂ. പിന്നെ നമ്മുടെ 4 ഗിയർ മോട്ടർ കൊടുക്കുക. ഇതേപോലെ ഒന്ന് വയ്ക്കുക. അതായത് പ്ലസിലേക്ക് കൊടുക്കുക, മൈനസിലേക്ക് കൊടുക്കുക. അതായത് പാരലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ 2 മോട്ടർ തമ്മിൽ വയ്ക്കുക. അപ്പോൾ ഈ 2 മോട്ടറിൽ നിന്ന് ഒരു പ്ലസ് മൈനസും കിട്ടും, അപ്പുറത്തെ 2 മോട്ടറിൽ നിന്ന് ഒരു പ്ലസ് മൈനസും കിട്ടും. അപ്പോൾ നമ്മൾ ആ വയറാണ് ഇനി നമ്മുടെ ബോർഡുമിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബോർഡും ബാറ്ററിയൊക്കെ നമ്മൾ കസേരയുടെ ഒരു അടിയിൽ ഒട്ടിച്ചു. കസേരയല്ല, സ്റ്റൂള്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്റ്റൂളാണോ കസേരയാണോ എന്നൊക്കെ അനുസരിച്ച് നിങ്ങൾ എവിടെ ഒട്ടിക്കണമെന്നൊക്കെ നോക്കുക. അപ്പോൾ ആൻറ്റിനെ ഇതുപോലെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മോട്ടർ എടുത്ത് 4 സൈഡിലും, അതായത് ആ സ്റ്റൂളിൻ്റെ 4 സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വച്ചപ്പോൾ തിരിച്ച് എരിഞ്ഞു, നിങ്ങൾ നേരെ വയ്ക്കുക. അപ്പോൾ എൻ്റെ സ്റ്റൂളിൻ്റെ കാര്യം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു പിടുത്തവും കിട്ടാനുള്ള. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കസേരയോ സ്റ്റൂളോ അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തേ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് പശ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 4 സൈഡിലും നമ്മുടെ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വളയാണ്ട് തന്നെ വെക്കാം. പിന്നെ നമ്മളിത് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു സൈഡ്, അതായത് ഒരു സൈഡിൽ 2 മോട്ടർ ഉണ്ടാവും. ആ 2 മോട്ടറിനെ പ്ലസ് മൈനസ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലസ് മൈനസ് ഉണ്ടാവും. ആ വയർ നേരെ നമ്മൾ ബോർഡുമിലേക്ക് കൊടുക്കുക. അതായത് ഫ്രണ്ട് ബാക്ക്. പിന്നെ അപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് റൈറ്റും കൊടുക്കുക. വളരെ ഈസിയാണ് കൊടുക്കാനായിട്ട്. 2മേന്ന് ഓരോ പ്ലസ് മൈനസും ആക്കിയിട്ട് നേരെ ബോർഡുമിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അതായത് വളരെ ഈസി ആയിട്ട് പറ്റും. പിന്നെ നമ്മുടെ കണക്ടർ വന്നേക്കണം നേരെ നമ്മൾ 9 വോൾട്ട് ബാറ്ററിയിലേക്കും കൊടുക്കുക. നമ്മൾ നേരത്തെ പെട്ടിയിലുള്ള ആക്കുമ്പോൾ തന്നെ B+B- അതിലേക്ക് ഒരു സ്വിച്ച് കൂടിയും കണക്ട് ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് നമുക്ക് ഓൺ ഓഫും കൂടിയും സാധിക്കുന്നതായിരിക്കും.
ഇനി നമ്മുടെ ബോർഡിൻ്റെ റിമോട്ടുമേ ഉള്ള സ്വിച്ച്, അതായത് നമ്മൾ ഞെക്കണ സ്വിച്ച് ആയിരുന്നു, അത് ഉള്ളിലേക്കായിരുന്നു. അപ്പം ഞാൻ ആ സ്വിച്ചിൻ്റെ അതേ രീതിക്ക് തന്നെ വയറെടുത്തിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞ് സ്വിച്ച് പുറത്ത് പിടിപ്പിച്ചു. അപ്പോൾ ഇതാണ് നമുക്ക് ഞെക്കാനൊക്കെ സൗകര്യം. ഇല്ലെങ്കിൽ ആ ബോർഡ് ഉള്ളിൽ ഞെക്കേണ്ടി വരും. ബോർഡ് നമ്മൾ പുറത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരയാനോ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇങ്ങനത്തെ ബോർഡൊക്കെ ഒരു പെട്ടിട്ടുള്ളാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ കാർഡ്ബോർഡും വയ്ക്കലോ, അങ്ങനെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ RC സ്റ്റൂൾ അല്ലെങ്കിൽ RC ചെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടയറൊക്കെ വെച്ചിട്ട് നമ്മൾ മിറ്റത്താണ് കേട്ടോ വെച്ചേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്തോ. RC ചെയറിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ ചെറിയൊരു സ്റ്റൂളാണ് കേട്ടോ ഉപയോഗിച്ചത്. നിങ്ങളിത് കസരമ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിനാണ് നമ്മുടെ സ്റ്റൂളുമൊക്കെ സെറ്റ് ചെയ്താണ്. പിന്നെ നമ്മൾ സെക്കൻഡ് പാർട്ടൊക്കെ ചെയ്യണം, നമ്മൾ മോട്ടോർ ഡ്രൈവറൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് തരും. നല്ല റീച്ച്, നല്ല വ്യൂ ഒക്കെ കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിന് റീച്ചിൽ നമ്മൾ സെക്കൻഡ് പാർട്ട് ആയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒരാൾക്ക് ഷെയർ ചെയ്യുക, മാക്സിമം ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ഡൗട്ടൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷയിൽ ദേവനാരായൺ സൈനിങ് ഔട്ട്.